ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മളുടെ കൃഷിയുടെ മൊത്തത്തിലുള്ള ചില വിവരങ്ങളും കാഴ്ചകളുമാണ്. ഒരു അപ്ഡേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കോഴിപ്പടയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എല്ലാവരും ഉഷാറായിരിക്കുന്നു. എല്ലാവരും അത്യാവശ്യം ഇത് കണ്ടില്ലേ, നമ്മൾ പുതുതായിട്ട് വന്നിട്ടുള്ള മൂന്നാളാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഇവരുടെ സ്ഥിതി എന്താ വെച്ചാൽ പശുക്കളെക്കാൾ സൂപ്പറായിട്ട് പുല്ല് മേയുന്നൊരവസ്ഥയാണ്. മഴ പെയ്തിട്ടേ പുതിയ പുല്ല് വന്നപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഒറ്റ പുല്ലിൻ്റെ ഇല പശു മേയുന്ന പോലെ നിന്ന് മേയണം, ഒന്ന് പോലും ബാക്കി വെക്കുന്നില്ല. അതുപോലെ നമ്മുടെ അന്ന് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഉഷാറാണ്. നമ്മുടെ വലക്കൂടിലാണ് ഇപ്പോൾ അവർ പകലെല്ലാം വിടുന്നത്. നമ്മൾ ഇടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയുടെ ഇലയും, കാരണം ഫൈബർ കുറയേണ്ട വെച്ചിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കും. എല്ലാവരും കൂടി കഴിക്കാറുണ്ട്. അവരുടെ അമ്മ വിരിയിച്ചില്ലെങ്കിലും മുട്ടയുടെ ഉടമസ്ഥയാണല്ലോ, ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ട് കുട്ടികളെ. പിന്നെ ചക്കയുടെ വിവരങ്ങളാണ്. ചക്ക അത്യാവശ്യം വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്നൊരു ഗ്രോത്തൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എണ്ണം കൂടിയതുകൊണ്ടാണോ അറിയില്ല. കണ്ടില്ല, കൊലകൊലയായിട്ടാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ ആ വീഡിയോ ഇടുന്ന സമയത്ത്. ആരെങ്കിലും നമ്മുടെ പഴയ വീഡിയോസ് കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നമ്മൾ ഷോർട്സ് ആയിട്ട് തന്നെ നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇത് കണ്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കെന്ന് പറഞ്ഞ പോലെ ഏറ്റവും താഴെ കിടക്കുന്ന ചക്കകളൊക്കെ അത് ആദ്യം ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടുണ്ട്. ഇത് അടുത്ത പ്രാവശ്യം തേനെടുക്കാനായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സൂപ്പറാണ് കേട്ടോ. തേനെടുക്കുന്നതിൻ്റെ വീഡിയോ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ പേരയ്ക്ക മരമാണ് പിന്നെ മറ്റൊരു കാഴ്ച ഉണ്ടായിരുന്നത്. വലിയ പേരയ്ക്കളെല്ലാം തീർന്നു, ഇനിയിപ്പോൾ ചെറിയ ചെറിയ പേരയ്ക്കളാണ്. വേറൊരു കാഴ്ച എന്താ വെച്ചാൽ ഇതിൻ്റെ വിത്ത് വന്നിട്ട് കുറേ ചെടികൾ താഴെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ കൂടയിലാക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ മഴ പെയ്ത ശേഷം ഉണ്ടായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കുറേ ചീരച്ചെടികൾ പുതിയത് മുളച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മെയ് മാസ പൂവ് എന്ന് പറയും. അതായത് എനിക്കറിയില്ല കൃത്യമായിട്ട് എൻ്റെ പേരെന്താണെന്നുള്ളത്. ഇത് കണ്ടില്ലേ, മഴ തട്ടിയ ഉടനെ മുളച്ച് വന്നതാണ്. ഇതുപോലെ കുറേ ചെടികൾ. മറ്റൊരു കാട്ടുള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഈ സമയത്ത് തന്നെ മുളച്ച് വരിക. ഇതാണ്